സെയ്ഫ് അലി ഖാനെ മോഷ്ടാവ് കുത്തിയ സംഭവത്തിൽ നടനെ ആശുപത്രിയിൽ എത്തിച്ച സമയത്തിലും മുറിവുകളുടെ എണ്ണത്തിലും പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് കണ്ടെത്തൽ. ഇന്നലെയാണ് നടന്റെ മൊഴി രേഖപ്പെടുത്തിയത്. താനും ഭാര്യ കരീന കപൂറും തങ്ങളുടെ ഒരു സ്റ്റാഫ് നഴ്സിന്റെയും ഇളയ മകന്റെയും കരച്ചിൽ കേട്ടാണ് ഉണർന്നതെന്ന് നടൻ സെയ്ഫ് അലി ഖാൻ വ്യാഴാഴ്ച മുംബൈ പോലീസിനോട് പറഞ്ഞത്. പക്ഷേ മൊഴികളിലെല്ലാം വൈരുദ്ധ്യമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 6 മണിക്കൂർ നീണ്ട സർജറിക്കൊടുവിൽ നട്ടെല്ലിൽ തങ്ങി നിന്ന കത്തിയുടെ ഒരു ഭാഗം ഡോക്ടർമാർ നീക്കം ചെയ്തത്. ജനുവരി 17 തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് പ്രത്യേക മുറിയിലേക്ക് മാറ്റുകയും ചെയ്തത്. എന്നാൽ 16-ാം തീയതി പുലർച്ചെ 2:30 അക്രമം നടന്നതെന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാക്കുന്നു. പക്ഷേ നടനെ ആശുപത്രിയിൽ എത്തിച്ചത് പുലർച്ചെ 4:10 ആശുപത്രി രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഫ്ളാറ്റിൽ നിന്ന് ആശുപത്രിയിലേക്കുള്ളത് 10 മുതൽ 15 മിനിറ്റ് വരെ മാത്രമുള്ള യാത്രയാണ്. ഇതാണ് ഏറെ സംശയം വർദ്ധിപ്പിക്കുന്നത്. കൂടാതെ കൂടെയുണ്ടായിരുന്നത് സുഹൃത്ത് അഫ്സർ സെയ്ദി എന്നാണ് രേഖകളിലുള്ളത്. എന്നാൽ മകനാണ് ഒപ്പം ഉണ്ടായിരുന്നതെന്നാണ് നേരത്തെ ഡോക്ടർമാർ വ്യക്തമാക്കിയത്. കൂടാതെ നടൻ 5 മുറിവുകളാണ് ഉണ്ടായിരുന്നതെന്ന് മെഡിക്കൽ രേഖകളിൽ പറയുന്നു. പക്ഷേ 6 മുറിവുകളാണ് ഉണ്ടായിരുന്നതെന്ന് ഡോക്ടർമാർ പറയുന്നു. ഇതെല്ലാമാണ് ഇപ്പോൾ സംശയത്തിലേക്ക് വഴിവെച്ചത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.